എനിക്ക് വയ്യ. പണിയെടുത്ത് വയ്യാതെ. വാഷിംഗ് മെഷീനിന്റെ തുണി പെട്ടെന്ന് കഴുകിയെടുക്കാന്ന് പറഞ്ഞാ ടീഷർട്ടിന്റെ ഷേപ്പ് പോകുന്ന ഒരാള്, ബെഡ്ഷീറ്റിൽ അഴുക്ക് പോകില്ലെന്ന് മറ്റൊരാള്, ഭർത്താവോ ഹെൽപ്പ് ചെയ്യൂല. 2 പിള്ളേരെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും വിചാരിച്ചല്ല. ഇവളുമാരൊക്കെ കല്യാണം കഴിഞ്ഞ് പോയ എന്തു ചെയ്യുമോ എന്തോ. ഈശ്വരാ, ഒരു പ്രാർത്ഥനയുണ്ട്. ഇവളുമാർക്കൊക്കെ സീരിയലൊക്കെ കാണും പോലെ നല്ല ആറ്റം ബോംബ് പോലത്തെ 2 അമ്മായിമ്മമാരെ കിട്ടണം, എന്നാലേ പഠിക്കൂ. പിന്നെ നമ്മൾ എല്ലാ കാര്യം ചെയ്തു കൊടുക്കുന്നോണ്ട് എല്ലാം എളുപ്പപ്പണി. അമ്മ അത് ചെയ്തതാ, അമ്മ ഇത് ചെയ്തതാ, മണി അതെടുക്ക്, മണി ഇതെടുക്ക്. ഓർഡർ ഇടലൊക്കെ തീരണം എനിക്ക് കാണും. പിങ്കി ചേച്ചിയെ, പിങ്കി ചേച്ചി രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് മോളിൽ റൂമിൽ കയറിപ്പോയി. ഇനി അടുത്ത ഭക്ഷണത്തിന്റെ സമയമാകുമ്പോഴേ താഴെ ഇറങ്ങി വരുള്ളൂ. അല്ല ആന്റി, ഈ ജോലിയൊക്കെ പിങ്കി ചേച്ചി വെച്ച് ചെയ്തൂടെ? ആ ബെസ്റ്റ്. അവളെ ഒരു പാത്രത്തിൽ കുറച്ച് ചിപ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ട് പ്ലേറ്റിൽ ഇട്ട് വെച്ചിരുന്നാ മതി. ആരും വിളിക്കാതെ മണം അടിച്ചിങ്ങ് വരും. അതേസമയം എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നാട്ടുകാർ മൊത്തം കേട്ടാലും പിങ്കി ചേച്ചി കേൾക്കൂല. അവളെ വിളിക്കണവന്റെ പകുതി എനർജി മതി എനിക്ക് ജോലിയൊക്കെ ചെയ്തു തീർക്കാൻ. അല്ല ആന്റി, ഞാൻ കൊറേ നാൾ ചോദിക്കണം പറഞ്ഞ് നിക്കായിരുന്നു. എന്തോന്ന് കാര്യം? നിങ്ങൾ വാ. അല്ല, ഈ ചേച്ചിനെ കണ്ട അന്ന് തൊട്ട് ഞാൻ നോക്കുകയാണ്. ചേച്ചിക്ക് തീറ്റയുടെ അസുഖം എന്താണ്? തീറ്റയുടെ അസുഖല്ലേ? ഈ വീട്ടിൽ ആർക്കും ഇല്ലല്ലോ. അതെ, പിങ്കി ചേച്ചി ബേബി ആയിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി വലുതാകുമ്പോ ഇതുപോലൊരു തീറ്റപ്രാന്തിയാവുന്നു. അതെങ്ങനെ നിങ്ങൾ ടൈം ട്രാവൽ ചെയ്ത് നോക്കിയാ? അത് ഒന്നുമില്ല ആന്റി പറഞ്ഞു. എന്താ സംഭവം എന്ന് വെച്ചാല്, രവി അങ്കിളില്ലേ, അത് പിങ്കി ചേച്ചിയുടെ അച്ഛൻ. രവി അങ്കിളിന്റെ അപ്പൂപ്പൻ, അച്ഛന്റെ അച്ഛൻ ഉണ്ടായിരുന്നു. ആ അപ്പൂപ്പൻ ഉണ്ടല്ലോ ഭയങ്കര ഒരു വലിയ തീറ്ററപ്പായി ആയിരുന്നു. തീറ്ററപ്പായി തന്നെ അറിയാവോ എന്താണെന്ന്? കൊറേ ഭക്ഷണം കഴിച്ച് കോമ്പറ്റീഷനൊക്കെ പോകുന്ന ആളാണ്. ഫുഡ് കഴിക്കണ കോമ്പറ്റീഷന് 200 ഇഡ്ഡലി 300 ഇഡ്ഡലി ഒക്കെ കഴിച്ച് ഭയങ്കര കോമ്പറ്റീഷനൊക്കെ പോയിട്ട് ഫസ്റ്റ് എപ്പോഴും അടിക്കുന്ന ആളാ. അങ്ങനെ അപ്പൂപ്പന് കുറെ വയസ്സായതിനു ശേഷം അപ്പൂപ്പൻ ഇതേപോലത്തെ മത്സരത്തിനൊക്കെ പോയി ഫസ്റ്റ് ഒക്കെ വാങ്ങിച്ചോണ്ടിരും. അങ്ങനെ ഒരു ദിവസം അപ്പൂപ്പൻ ഒരു കോമ്പറ്റീഷന് പോയപ്പോ തോറ്റുപോയി. അതിലും വലിയ തീറ്ററപ്പായി വേറെ വന്നു. ആ ദിവസമായിരുന്നു പിങ്കി ചേച്ചിയുടെ ചോറും. അപ്പൊ കോമ്പറ്റീഷനിൽ തോറ്റ ദേഷ്യത്തിലേ അപ്പൊ ഇരിക്കായിരുന്നു. കഴിഞ്ഞ് തോറ്റ് വന്നിട്ട് നേരെ വന്ന് പിങ്കി ചേച്ചിയുടെ വായിലേ ഒരു വറ്റ് ചോറെടുത്ത് വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇനി മുതൽ ഞാൻ ഈ തീറ്റ കോമ്പറ്റീഷന് പോന്ന് നിർത്തിയിരുന്നു. ഇങ്ങനെ ആയില്ലെങ്കിലല്ലേ അതിശയുള്ളൂ. ഞങ്ങൾക്ക് അന്നേ മനസ്സിലായി ആ അപ്പൂപ്പന്റെ പ്രാക്കാണ് ഇവിടെ കിടന്ന് കിടക്കുന്നത്. അവള് തീറ്ററപ്പായി ആവോ എന്തോ. മനസ്സിലായി? ആയില്ലേ? പിന്നെ ശരി, ഞാൻ കണ്ടിട്ട് വരാം. നീ ഇത് ഇവിടെ വന്നിരിക്കുകയാണ്? അതെ, ഞാൻ ഇരിക്കാൻ വേണ്ടി വന്നല്ല, ഞാൻ തുണി വിരിക്കാൻ വേണ്ടി വന്നു. അപ്പൊ കാർത്ത് വന്നപ്പോ വർത്താനം പറയാൻ വേണ്ടി ഒന്ന് 2 മിനിറ്റ് ഇരുന്നു. ഞാനിത് എവിടെല്ലാം നോക്കിയെന്നറിയോ? എന്തിന്? എനിക്ക് ഞങ്ങളൊരു ചായ വേണം. ഇപ്പഴോ? സ്ട്രോങ് ആയിട്ട് ചായ. ഇപ്പൊ ചായ വേണോ? വെറുതെ ഇരുന്നിട്ടേ എനിക്കൊരു വല്ലായ്മ. വെറുതെ ഇരുന്ന ക്ഷീണം മാറ്റാനായിട്ട് കടുപ്പത്തിലൊരു ചായ അല്ലേ? മനസ്സിലായി. ഇവിടെ മനുഷ്യൻ മാട് പോലെ പണിയെടുക്കുമ്പോ ഒരു ഗ്ലാസ് വെള്ളം തരാൻ ഒരു മനുഷ്യയില്ല. എന്തിനാ? നിനക്ക് പ്രത്യേകിച്ച് വെള്ളം എടുത്തു തരാൻ ആരെങ്കിലും വേണോ? നിനക്ക് അടുക്കളയിൽ പോയി എടുത്ത് കുടിച്ചുകൂടാ? തന്നെ എടുത്ത് കുടിക്കണം ദാഹിക്കുമ്പോ? അതെ. ആണോ? ആണല്ലോ. ഉറപ്പിച്ചേ? അപ്പൊ ചായ കുടിക്കണം തോന്നുമ്പോ അടുക്കളയിൽ പോയി തന്നെ ഇട്ട് കുടിക്കണം കേട്ടോ. അപ്പൊ എനിക്കൊരു ചായ ഉണ്ടാക്കി തരാൻ നിനക്ക് പറ്റത്തില്ലല്ലേ? ഇപ്പൊ പറ്റത്തില്ല. നീ തന്നെ ഇത് പറയണം പെങ്ങളെ. നിന്റെ കുഞ്ഞുനാളില് അമ്മ നിന്നെ കുളിപ്പിക്കാനായിട്ട് എണ്ണയും തേപ്പിച്ച് പാളെ കിടത്തും. എന്നിട്ട് എന്റെ അടുത്ത് പറയും, നീ ഒന്ന് നോക്കണേന്ന്. ഒരു കൊതുവോ ഈച്ചയോ കുത്താതെ ഞാൻ എത്ര മണിക്കൂർ നിന്നെ നോക്കിയിട്ടുണ്ടെന്നറിയോ? അതൊന്നും നിനക്ക് ഓർമ്മ കാണത്തില്ല, പക്ഷെ എനിക്കിപ്പോഴും ഓർമ്മയാ. മണിക്കുട്ടൻ ചേട്ടനെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. ഞാൻ ഈ പറഞ്ഞപ്പോ ആ ദേഷ്യത്തിൽ അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. സോറി. ഞാൻ ചായ ഇട്ടേ ഇപ്പൊ ഇട്ടാ. ചേട്ടാ ഒരു ഹെൽപ്പ് ചെയ്യൂ എന്നെ. ഈ തുണി ഒന്ന് അങ്ങോട്ട് വിരിക്കോ? ആ തുണി കുറച്ച് ബാക്കിയുണ്ട്, ഒന്ന് വിരിച്ചു തരുമോ? അല്ല, അതെന്ന് പറഞ്ഞാല് പെങ്ങളെ വിരിച്ചു തരാൻ പറ്റാഞ്ഞിട്ടല്ല. അതായത് ഈ കളരി നിയമപ്രകാരം കളരി ഗുരുക്കന്മാരും മുറ്റമടിക്കുകയോ ഇതുപോലെ തുണി വിരിക്കുകയോ പാടില്ലെന്ന കളരി നിയമം. അതുകൊണ്ട് മാത്രമാ.
ആണല്ലേ ആ. എന്നാലേ അടുക്കളയിൽ വേറൊരു നിയമമുണ്ട്. എന്തുവാ? ചെയ്ത പണി തീർക്കാതെ അടുക്കളയിൽ കയറാൻ പാടില്ലെന്ന് മറ്റൊരു നിയമമുണ്ട്. തുണി വിരിച്ചിട്ട് ചായ ഉണ്ടാക്കി തരാം. വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ എനിക്കൊന്ന് ചായ ഉണ്ടാക്കി തരാൻ പറ്റുമോ? ഇത് കഴിഞ്ഞിട്ടേ പറ്റത്തുള്ളൂ. ഇത് കഴിഞ്ഞിട്ടേ പറ്റത്തുള്ളൂ. ഉറപ്പാണോ? മൂത്തോക്കി പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ടേ പറ്റത്തുള്ളൂ. എനിക്ക് നിന്റെ ചായ വേണ്ടാടി. എടി അതെ, നമ്മുടെ ആ ജോസഫ് ചായന്റെ ചായക്കട ഉണ്ടോ അവിടെ? 8 രൂപ കൊടുത്താൽ മതി. എല്ലാം 1 തരം. നീ ഉണ്ടാക്കുന്ന ചായക്കെട്ട് നല്ല ചായ കിട്ടും. ഞാൻ അവിടെ പോയി കുടിച്ചോ. ആ എന്നാ അത് ആദ്യം അങ്ങ് ചെയ്താ പോരെ. ആ ആ ചെല്ലേ കുടിക്ക്. ആ ആ ആ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.